ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അധ്യായത്തിൻ്റെ പേരെന്താണ്? ഇളങ്കാറ്റ് തെല്ലുന്നു തൊട്ടെന്നു വന്നാൽ. എത്ര മനോഹരമായ പേരാണല്ലേ. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി എന്ന് പറയുന്നത് വലിയൊരു മാന്ത്രികനെ പോലെയാണ്. ചിലപ്പോൾ ഉണങ്ങി ഒട്ടും ഉഷാറില്ലാതെ സങ്കടപ്പെട്ട് കിടക്കുന്ന ചെടികളെയും മരങ്ങളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രകൃതി സുന്ദരമാക്കും. പ്രശസ്ത കവിയായ ജി കുമാരപിള്ള എഴുതിയ ഇലകൾ എന്ന സുന്ദരമായ ഒരു കൊച്ചു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ ചിത്രത്തിലെ ആ ഒരു മരത്തിനെ ഒന്ന് നോക്കൂ. ഇലകളെല്ലാം കൊഴിഞ്ഞു പോയ ഒരു പാവം മരം നിൽക്കുന്നത് കണ്ടോ? അതിലേക്ക് മഴത്തുള്ളികൾ വീഴുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരികളിലൂടെ നോക്കാം. ഉണങ്ങിച്ചൊളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകേ, മഴക്കാറു കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടോരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി. ഇവിടെ പറയുന്നത് കടുത്ത വേനൽക്കാലത്ത് വെയിലേറ്റു വാടി ഇലകളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങിച്ചൊളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും നിൽക്കുന്ന ഒരു പാവം മരക്കൊമ്പുണ്ട്, അല്ലെങ്കിൽ ഒരു മരമുണ്ട്. വെയിൽ കൊണ്ട് ഉണങ്ങി കരിഞ്ഞു പോയ ആ മരം ദ്രവിച്ചു പോകാൻ അല്ലെങ്കിൽ നശിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്ന ആ മരത്തെ കണ്ടപ്പോൾ ആകാശത്ത് മഴക്കാറ്, കറുത്ത മേഘങ്ങൾ വന്നു. മരത്തിൻ്റെ സങ്കടം കണ്ടിട്ടാവാം ആകാശത്ത് നിന്ന് ഇതാ ടപ്പ് ടപ്പ് ടപ്പെന്ന് മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. മുകളിലെ കൊമ്പുകളിൽ മാത്രമല്ല, ആ മരച്ചോട്ടിലും, അതായത് മരത്തിൻ്റെ താഴെ മണ്ണിലും ഇതാ മഴത്തുള്ളികൾ വന്ന് തൊടുകയാണ്. അപ്പോഴാണ് കൂട്ടുകാരെ ആ വലിയ അത്ഭുതം സംഭവിച്ചത്. ആ മഴത്തുള്ളിയുടെ സ്പർശനം ഒരു സാധാരണ സ്പർശനമായിരുന്നില്ല, അതൊരു വലിയ മഹേന്ദ്രജാലം. മഹേന്ദ്രജാലം എന്ന് പറഞ്ഞാൽ എന്താ? മാന്ത്രിക വിദ്യ, മാജിക്. അതായിരുന്നു. ആ മഴത്തുള്ളികൾ വീണ ഉടനെ അതുവരെ ഒട്ടും ജീവനില്ലാതെ കിടന്ന ആ മരക്കൊമ്പ് സന്തോഷം കൊണ്ട് തരിച്ചു തുടിച്ചു. മരിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ മരിക്കാൻ പോകാറായി കിടന്ന ആ മരത്തിൻ്റെ ഓരോ കൊമ്പിലും ഇതാ കൊച്ചു കൊച്ചു കൂമ്പുകൾ കുനുത്തു കുരുത്തു, അതായത് ചെറിയ മുട്ടുകളായിട്ട് വരിക. അത് പുതിയ പച്ചപ്പ് നിറഞ്ഞ മുളപ്പുകളും പൊടിപ്പുകളുമായി മാറി മറിഞ്ഞു എന്നാണ് പറയുന്നത്. മരം വീണ്ടും പച്ചപ്പണിഞ്ഞ് ജീവനുള്ളതായി മാറി. ആ കവിതയ്ക്ക് താഴെയുള്ള ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക. അപ്പം അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞത് കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? ഉത്തരം അതെ എന്നാണല്ലേ. കവിതയിലെ അതേ ആശയം തന്നെയാണ് ചിത്രത്തിലുള്ളത്. ഇലകളെല്ലാം കൊഴിഞ്ഞുണങ്ങി നിന്ന ആ മരത്തിലേക്ക് മഴത്തുള്ളികൾ വീഴുമ്പോൾ അതിൻ്റെ കൊമ്പുകളിൽ പുതിയ ചെറിയ പച്ചിലകൾ വിരിഞ്ഞു വരുന്നത് ചിത്രത്തിൽ വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക. മഴത്തുള്ളി തൊട്ടപ്പോൾ ഉണ്ടായ ഇന്ദ്രജാലം എന്തെന്നാൽ വേനൽച്ചൂടിൽ കരിഞ്ഞുണങ്ങി മരിക്കാറായി നിന്ന മരക്കൊമ്പുകൾക്ക് മഴത്തുള്ളിയുടെ സ്പർശനത്തിലൂടെ പുതിയ ജീവൻ തിരികെ കിട്ടി. ഓരോ കൊമ്പിലും പച്ച നിറത്തിലുള്ള പുതിയ മുളകളും ഇലകളും പൊട്ടിമുളച്ചു അല്ലേ. ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്നും പ്രകൃതിക്ക് പുതിയ ജീവൻ നൽകാനുള്ള മഴയുടെ ആ മാന്ത്രിക ശക്തിയെയാണ് ഇവിടെ ഇന്ദ്രജാലമായി കവി വർണ്ണിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, മഴത്തുള്ളികൾക്ക് ഇത്ര വലിയ ശക്തിയുണ്ടല്ലേ. ജീവനില്ലാത്ത പ്രകൃതിക്ക് ജീവൻ നൽകുന്ന മഴയുടെ കഥയാണ് ജി കുമാരപിള്ള ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം നോക്കിയാലോ. ഈ ഭാഗത്ത് മനോഹരമായൊരു ചിത്രം കണ്ടോ? മലനിരകൾ മുഴുവൻ നീലയും പർപ്പിളും നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഈ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. അതായത് ഭൂമിക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയ ഭംഗിയുള്ള ഒരു ദൃശ്യവിരുന്ന്. ഇനി മുകളിൽ കൊടുത്ത ബോക്സിലെ വരികളൊന്ന് വായിക്കാം. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരം അത്ഭുത കാഴ്ചകൾ. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. അതായത് കവി പറയുന്നത്, കണ്ണുള്ള ആർക്കാണ് ഈ ഭംഗി കാണാതെ മാറി നിൽക്കാൻ കഴിയുക? ഈ ജീവിതം തന്നെ ഇത്തരം ദൃശ്യഭംഗികൾ ആസ്വദിക്കാനുള്ളതാണ് എന്നാണ് കവി പറയുന്നത്. നമുക്ക് ഈ സുന്ദരമായ വിവരണം ഒന്ന് വായിച്ചു നോക്കാം. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തിരാണ്ടിലൊരിക്കൽ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങളൊരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം.
കൂട്ടുകാരെ, നിങ്ങൾ നീലക്കുറിഞ്ഞിപ്പൂക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമാണത്. ഈ പൂക്കൾ എല്ലാ വർഷവും ഒന്നും വിരിയില്ല. നീണ്ട 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് അത് പൂത്തുലയുന്നത്. നമ്മളിപ്പോൾ വായിച്ചില്ലേ, പന്തീരാണ്ടിലൊരിക്കൽ. പന്തീരാണ്ട് എന്ന് പറഞ്ഞാൽ 12 വർഷത്തിലൊരിക്കലാണ് അത് പൂക്കുന്നത്. നമ്മുടെ മൂന്നാറിലെ മലനിരകളിൽ അത് പൂത്ത് നിൽക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കിയാലും മലയല്ല, പകരം ഒരു വലിയ നീലക്കടലാണെന്നേ തോന്നും. കണ്ട് കണ്ണും മനസ്സും കുളിർക്കുന്ന ആ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കാണണം കേട്ടോ. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. കവി പറയുകയാണ്, എത്ര പുകഴ്ത്തി പറഞ്ഞാലും തീരാത്ത അത്ര വലിയൊരു വിസ്മയമാണതെന്ന്. മൂന്നാറിലെ വലിയ മലനിരകൾ മുഴുവൻ ഒരൊറ്റ പൂങ്കടലായി മാറുന്ന മാന്ത്രിക കാഴ്ച. കാറ്റുവീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിയിലുള്ള മൂളൽ, ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളങ്കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. ഇനി ഇവിടുത്തെ ആ മനോഹര അന്തരീക്ഷം എങ്ങനെയാണെന്നോ? നല്ല തണുത്ത ഇളങ്കാറ്റ് വീശുമ്പോൾ ഈ പൂക്കളെല്ലാം ഒന്നിച്ച് കടലിലെ തിരമാലകൾ പോലെ ഇങ്ങനെ ഇളകിയാടും. അതൊരു നല്ല നൃത്തമാണ്. ആ നൃത്തത്തിന് സംഗീതം കൊടുക്കുന്നത് ആരാണെന്നോ? ആയിരക്കണക്കിന് വണ്ടുകളും തേനീച്ചകളും വന്ന് മൂളുന്ന സുന്ദരമായ ശബ്ദം. അതിൻ്റെ കൂടെ തുമ്പികളും ചിത്രശലഭങ്ങളും ചെറുകിളികളും ചിറകടിക്കുന്ന നല്ലൊരു താളവുമുണ്ട്. അവിടെ കേൾക്കുന്ന മധുരമുള്ള ചിരികൾ ഒരു പക്ഷേ അവിടുത്തെ വനദേവതമാരുടേതോ അല്ലെങ്കിൽ ഒഴുകുന്ന കൊച്ചു കാട്ടുചോലകളുടേതോ ആകാം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി അവിടെ വലിയൊരു ഉത്സവം ആഘോഷിക്കുകയാണ്. കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പു മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ. കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. ഇവിടെ പറയുന്നത്, കുറിഞ്ഞിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിലാകെ വിവരിക്കാനാവാത്തൊരു സുഗന്ധം നിറയുന്നു എന്നാണ് പറയുന്നത്. വലിയ മലനിരകൾ മുഴുവൻ വസന്തകാലം വന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്നത് പോലെയാണ് കവയത്രിക്ക് തോന്നുന്നത്. ആ സൗന്ദര്യ ലോകത്തിൽ ലയിച്ച് ബാക്കിയെല്ലാം മറന്ന് അവർ ഏറെ നേരം കണ്ണുകൾ പൂട്ടി നിന്നുപോയി എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചിറകുകളെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞു ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലം, നിശബ്ദം. ഇവിടെ പറയുന്നത്, ഈ പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം എങ്ങോട്ട് പോകും? പൂക്കൾ കൊഴിയുന്നു. ചെടികളുടെ അലങ്കാരമെല്ലാം തീർന്ന് അവ ഉണങ്ങി നിൽക്കുന്നു. മലനിരകൾ ശൂന്യമായി പ്രകൃതി മുഴുവൻ നിശബ്ദമാകുന്നു എന്ന് പറയുന്നു. പക്ഷേ നാം അറിയാത്തതിനാലാണ്. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. ഇവിടെ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അവ നശിച്ചു പോകുന്നില്ല. ആ പൂക്കളെല്ലാം വിത്തുകളായി മണ്ണിൽ വീണു കഴിഞ്ഞു. മണ്ണിൽ ഒളിച്ചിരുന്ന് അവ അടുത്ത 12 വർഷക്കാലത്തേക്ക് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കവി പറയുന്നത്, കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന്. വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്തു നിന്നു കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങിയുയർന്നു വരും. വീണ്ടും അവ ലക്ഷം മൊട്ടുകൾ അണിയുകയായി. ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്നു ചിറകടികൾ കേട്ട് തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളികൊട്ട് മുഴങ്ങുകയായി. നീണ്ട 12 വർഷങ്ങൾ കഴിയുമ്പോൾ വസന്തം വീണ്ടും ആകാശത്ത് നിന്ന് കാഹളം മുഴക്കി വരും. ആ വിളി കേൾക്കുമ്പോൾ മണ്ണിൽ ഒളിച്ചിരുന്ന വിത്തുകളെല്ലാം കൈകൂപ്പിക്കൊണ്ട് പച്ചപ്പണിഞ്ഞ് പുറത്തേക്ക് വരും. വീണ്ടും ലക്ഷക്കണക്കിന് മുട്ടുകളും പൂക്കളും വിരിഞ്ഞ് മലനിരകളിൽ പ്രകൃതിയുടെ ഉത്സവം തുടങ്ങും എന്നാണ് പറയുന്നത്. നമ്മെ പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു. ഹാ, ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ?
ഒന്നു മാത്രം എനിക്കറിയാം, എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല, തേനീച്ചകൾക്കു വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. സുഗതകുമാരി ചോദിക്കുന്ന ഏറ്റവും മനോഹരമായ ചോദ്യമാണിത്. ഈ പ്രകൃതി ഭംഗിയെല്ലാം ആർക്ക് വേണ്ടിയാണ്? പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല ഇത്. പിന്നെ ആർക്കാണ്? തേനീച്ചകൾക്കും ചിത്രശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാൻ കഴിയാത്ത കോടിക്കണക്കിന് കുഞ്ഞു പ്രാണികൾക്കും ഒടുവിൽ നമ്മുടെ ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് പ്രകൃതി ഈ ലാവണ്യ ദൃശ്യോത്സവം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സുഗതകുമാരി പറയുന്നത്. അവസാനത്തെ വരിയിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളെല്ലാ കുഞ്ഞുങ്ങൾക്കും ആ ഒരു വർണ്ണ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന്. മുൻമൊഴി സുഗതകുമാരി. ഇനി നമുക്ക് അതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത്? ഉത്തരം ഇങ്ങനെ എഴുതാം: മൂന്നാർ മലനിരയിലെ പൂക്കളുടെ നൃത്തത്തിൽ കാറ്റിൻ്റെ തഴുകലുണ്ട്. അതിനോടൊപ്പം ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലായ സംഗീതമുണ്ട്. കൂടാതെ തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകടി ഒച്ചകളുടെ താളവും ചെറുചോലകളുടെ മധുരസ്വരം പോലുള്ള ചിരികളുമുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? മലനിരകളിൽ കുറിഞ്ഞിപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നതും വായുവിൽ അനിർവചനീയമായ സുഗന്ധം നിറഞ്ഞു തുളുമ്പുന്നതും കണ്ടിട്ടാണ് എഴുത്തുകാരി നിന്നുപോയത്. വലിയ മലനിരകൾ മുഴുവൻ വസന്തം വന്ന് ആനന്ദനൃത്തം ചവിട്ടുന്നത് പോലെ തോന്നിയ ആ സൗന്ദര്യലോകത്തിൽ അവർ ബാക്കിയെല്ലാം മറന്നുപോയി. അടുത്ത ചോദ്യം: കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? നീലക്കുറിഞ്ഞികൾ 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. പൂക്കാലം കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞ് ചെടികൾ ഉണങ്ങിപ്പോകും. എങ്കിലും അവയുടെ വിത്തുകൾ മണ്ണിൽ വീണ് നശിക്കാതെ കാത്തുകിടക്കും. അടുത്ത 12 വർഷം കഴിഞ്ഞ് വീണ്ടും വസന്തം വരുന്നതുവരെ അവ മണ്ണിൽ ഒളിച്ചിരുന്ന് കാത്തിരിക്കുന്നത് കൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? ഈ പ്രകൃതി ഭംഗി പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല. ഇത് തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാൻ കഴിയാത്ത കോടിക്കണക്കിന് കുഞ്ഞു പ്രാണികൾക്കും ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയുള്ളതാണ്. അടുത്ത പ്രവർത്തനം ചർച്ച ചെയ്യാം, എഴുതാം. ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്? മൂന്നാറിലെ മലനിരകളിൽ 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നീലക്കുറിഞ്ഞി വസന്തം നേരിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലനിരകൾ മുഴുവൻ നീലക്കടൽ പോലെ പൂത്തുലഞ്ഞു കിടക്കുന്ന ദൃശ്യം കാണണം. കുറിഞ്ഞിത്തേൻ നുകർന്ന് ദേഹമാകെ മഞ്ഞപ്പൂമ്പൊടിയുമായി പൂവിതളുകളിൽ മയങ്ങിക്കിടക്കുന്ന വണ്ടുകളെയും പൂക്കൾക്ക് ചുറ്റും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂട്ടുകാരും ഇതൊക്കെ തന്നെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. അടുത്ത ചോദ്യം: പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെടികളുടെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് അവ ഉണങ്ങി നിൽക്കുകയും ചെയ്യും. മലനിരകൾ ശൂന്യമായി പ്രകൃതിയിലാകെ നിശബ്ദത പടരും. എന്നാൽ പൂക്കൾ മണ്ണിൽ വിത്തുകളായി വീണ് അടുത്ത 12 വർഷത്തിന് ശേഷം വീണ്ടും വസന്തകാലത്ത് വിരിഞ്ഞു വരാനായി നീണ്ട തപസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം വായിക്കാം. പ്രകൃതിയൊരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രകൃതിയൊരുക്കുന്ന ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ നാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം. വനങ്ങളും മലനിരകളും നശിപ്പിക്കാതെ സംരക്ഷിക്കണം. കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ അവിടെ പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ വലിച്ചെറിഞ്ഞ് മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനെ പൂജിക്കുന്ന ഒരു മനസ്സോടെ വേണം നാം ഈ മനോഹാരിത ആസ്വദിക്കാൻ. അടുത്ത പ്രവർത്തനം ശ്രദ്ധിക്കൂ. ചേർത്തു വയ്ക്കുമ്പോൾ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. ഇനി 3 പോയിന്റുകൾ കാണിക്കുന്നുണ്ടല്ലേ. മെയ്യാകെ, കറുപ്പ് മെയ്യാകെ, നീലക്കറുപ്പ് മെയ്യാകെ. ഇനി ചോദ്യം എന്താണ്? വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആശയത്തിന് കൂടുതൽ വ്യക്തതയും ഭംഗിയും ലഭിക്കും.
വെറുതെ മെയ്യാകെ എന്ന് പറയുന്നതിനേക്കാൾ നീലക്കറുപ്പ് മെയ്യാകെ എന്ന് വിശേഷിപ്പിച്ചു പറയുമ്പോൾ വണ്ടിൻ്റെ ശരീരത്തിൻ്റെ യഥാർത്ഥ നിറം വായനക്കാരൻ്റെ മനസ്സിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വരാൻ ഇത് സഹായിക്കുന്നു അല്ലേ? ചുരുക്കത്തിൽ കവിതകൾക്കും വിവരണങ്ങൾക്കും കൂടുതൽ ആകർഷകത്വവും ദൃശ്യഭംഗിയും നൽകാൻ ഇത്തരം വിശേഷണങ്ങൾ സഹായിക്കും. അടുത്ത പ്രവർത്തനം നോക്കാം. പുഷ്പോത്സവം സംഘടിപ്പിക്കാം. ഒരു വാർത്താക്കുറിപ്പ് താഴെ തന്നിട്ടുണ്ടല്ലേ? ഒരു വാർത്തയുടെ കട്ടിംഗ് ആണ് തന്നിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം. തിരുവനന്തപുരം. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും. കേരള റോഡ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ 21 മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത്. വെള്ളയമ്പലം, കവടിയാർ, ശാസ്തമംഗലം, വഴുതക്കാട്, സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശത്തും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും PMG വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും. വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും. പുലർച്ചെ 1 മണി വരെ വസന്തോത്സവം നീളും. കനകക്കുന്നിലും സൂര്യകാന്തി, നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിൽ പുഷ്പാലങ്കൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാകും. ഇനി ഇതിനടിയിൽ തന്നിട്ടുള്ള ചോദ്യം എന്താ? ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക. അപ്പോൾ നമുക്ക് ചെറിയൊരു മോഡൽ നോക്കാം. വസന്തോത്സവങ്ങളുടെ പ്രാധാന്യം. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി മനുഷ്യർ പ്രകൃതിയിൽ നിന്നും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിലേക്ക് മാറിയിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നഗരവസന്തം പോലുള്ള വസന്തോത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്നു മാറി മനുഷ്യർക്ക് മാനസിക ഉല്ലാസവും സന്തോഷവും നൽകുവാൻ ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും. വെറും ഒരു വിനോദം എന്നതിലുപരി പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ചെടികളെയും പൂക്കളെയും പ്രകൃതിയെയും സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ ഇത്തരം പ്രദർശനങ്ങൾ കാരണമാകുന്നു. നഗരവീഥികളിൽ മനോഹരമാകുന്നതിനൊപ്പം ഒത്തുചേരലിൻ്റെയും സൗഹൃദത്തിൻ്റെയും വേദികളായി മാറാനും ഇത്തരം വസന്തോത്സവങ്ങൾ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതിനാൽ എല്ലാ നാടുകളിലും പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന ഇത്തരം ഉത്സവങ്ങൾ സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്ത പ്രവർത്തനം. നിങ്ങളുടെ സ്കൂളിലെ പരിസര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക. പുഷ്പോത്സവത്തിൽ ആസൂത്രണം, പേപ്പർ നോട്ടീസ് തയ്യാറാക്കൽ, സ്കൂൾ പൂന്തോട്ടം സജ്ജമാക്കൽ, പൂക്കളുള്ള ചെടികൾ എത്തിക്കൽ, ചിട്ടയായ ക്രമീകരണം, പ്രദേശത്തെ ക്ലബ്ബുകൾക്ക് അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക് പങ്കാളിത്തം നൽകൽ, ഇതൊക്കെ ഉൾപ്പെടുത്തണം. നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ പരിസര ക്ലബിലെ കൂട്ടുകാരുമായിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്ത് തീർക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ദിനാന്ത സഞ്ചാരം എന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.